ആകാശമണ്ഡലത്തിലെ 15ാമത്തെ നക്ഷത്രമായ ചോതി തുലാം രാശിയിൽ പൂർണ്ണമായും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. കാറ്റിലാടുന്ന നാമ്പ് എന്നാണ് ചോതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. വായുദേവൻ അധിപനായ ഈ നക്ഷത്രക്കാർ സ്വതന്ത്ര ചിന്താഗതിക്കാരും മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമാണ്. 2026 ആദ്യ പാദം പിന്നിടുമ്പോൾ വസന്തകാലത്തിന്റെ വരവറിയിക്കുന്ന ഈ മാർച്ച് മാസം ചോതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജ്യോതിഷം എന്നത് കേവലം ഒരു ഭാഗ്യ പരീക്ഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു വഴികാട്ടിയാണ് എന്നതാണ്. 2026 മാർച്ച് മാസം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷൻ പീരീഡ് അഥവാ പരിവർത്തന ഘട്ടമാണ്. ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ മാസം ആ അപ്രതീക്ഷിത തത്വങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് വളർത്താനാണ് എത്തുന്നത്. ഒരു വിത്ത് മണ്ണിൽ വീണ് പൊട്ടിമുളയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തെടുക്കാൻ പ്രകൃതി തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നു. അത് തൊഴിലിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും ഒരു പുതിയ ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടും. മാർച്ച് മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കാണാം. പരാജയപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തന്നെ വിജയം വെട്ടിപ്പിടിക്കാനുള്ള ഒരു വാശി നിങ്ങളിൽ ഉടലെടുക്കും. എന്നാൽ ഈ വാശി മറ്റുള്ളവരോടുള്ള പകയായി മാറാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്യബോധത്തോടെയുള്ള പ്രയത്നമാണ് ഈ മാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. സാമൂഹിക ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഈ മാസം നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വഴി പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ചോതി എന്നാൽ ചോർ എന്നൊരു പഴഞ്ചൊല്ലി തന്നെയുണ്ട്. അതർത്ഥമാക്കുന്നത് ചോതി നക്ഷത്രത്തിന് ഐശ്വര്യം നൽകാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ്. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ വിപുലപ്പെടും. പക്ഷെ വായുവിനെ പോലെ ചഞ്ചലമായ നിങ്ങളുടെ മനസ്സ് അനാവശ്യ ചെലവുകളിലേക്ക് നിങ്ങളെ നയിക്കാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉരസലുകൾ ഉണ്ടായേക്കാമെങ്കിലും അത് സ്നേഹപൂർവ്വമായ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാൻ ഈ മാസത്തെ അന്തരീക്ഷം നിങ്ങളെ സഹായിക്കും. മക്കളുടെ പഠനകാര്യത്തിലോ കരിയറിലോ ഉണ്ടായ തടസ്സങ്ങൾ നീങ്ങുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ആത്മീയതയിലേക്ക് നിങ്ങളുടെ മനസ്സ് കൂടുതൽ ചായുന്ന ഒരു മാസം കൂടിയാണിത്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് ശാന്തി ലഭിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകും. ഈ മാസത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലകളും ദശാകാലങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിലും പൊതുവായ ഈ പ്രവചനം നിങ്ങളുടെ വരും മാസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ സഹായിക്കും. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ഓരോ മേഖലകളിലും വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകട്ടെ 2026 മാർച്ച് മാസം. പ്രത്യാശയോടെ ആത്മവിശ്വാസത്തോടെ ഈ മാസത്തെ വരവേൽക്കാം. ഓരോ മേഖലയിലുമുള്ള വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 മാർച്ച് മാസം വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കും. വായു തത്വത്തിലുള്ള നക്ഷത്രമായതിനാൽ ആശയവിനിമയം, വിപണനം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമാണ്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള അസൂയകൾ ഉണ്ടായേക്കാം. അതിനാൽ ഓഫീസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കോ നിലവിൽ വിദേശത്തുള്ളവർക്കോ ഈ മാസം നിർണായകമാണ്. പുതിയ വിസ ലഭിക്കാനോ തൊഴിൽ കരാറുകൾ പുതുക്കാനോ അനുകൂലമായ സാഹചര്യമുണ്ടാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ചോതി നക്ഷത്രക്കാർക്ക് മാർച്ചിൽ ലാഭം വർദ്ധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച മാസമായിരിക്കും ഇത്. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. കല, സിനിമ, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്ന മാസമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായ ഒരു മിശ്രിത ഫലമാണ് ഈ മാസം പ്രതീക്ഷിക്കേണ്ടത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനോടൊപ്പം അപ്രതീക്ഷിത ചെലവുകളും വന്നു ചേരാം. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരും. ഭൂമി വിൽപ്പനയിലോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭത്തിലൂടെയോ സാമ്പത്തിക നേട്ടമുണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനോ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസത്തിന്റെ പകുതിക്ക് ശേഷം അനുകൂല സമയമാണ്. എന്നാൽ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. ബാങ്ക് ലോണുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും മാർച്ച്. എങ്കിലും വാശിയും പിടിവാശിയും ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. ദമ്പതികൾക്കിടയിൽ പരസ്പര ധാരണ വർദ്ധിക്കും. പങ്കാളിയുടെ പേരിൽ സ്വത്തോ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഈ മാസം ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
അവരുടെ ആവശ്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്നത് മാനസിക സന്തോഷം നൽകും. പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. കുട്ടികളുടെ പഠന കാര്യത്തിലോ കരിയറിലോ വലിയ പുരോഗതി ദൃശ്യമാകും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. എന്നാൽ കൗമാരക്കാരായ മക്കളുടെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധം മെച്ചപ്പെടും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകാർ വരാനോ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണെങ്കിലും ഇടയ്ക്ക് യുക്തിചിന്താവാദികളാകാറുണ്ട്. മാർച്ച് മാസത്തിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യാപരിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്താനോ യോഗമുണ്ടാകും. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് ഉചിതമായിരിക്കും. ശ്വസന സംബന്ധമായ വ്യായാമങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ഊർജം നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി ലഭിക്കും. അന്നദാനം പോലുള്ള പുണ്യപ്രവൃത്തികളിൽ പങ്കാളികളാകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട മാസമാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രികാല ഡ്രൈവിംഗ് ഒഴിവാക്കുന്നത് നല്ലതാണ്. അമിതമായ ജോലിഭാരം കാരണം ഉറക്കമില്ലായ്മയോ തലവേദനയോ അനുഭവപ്പെട്ടേക്കാം. കൃത്യസമയത്ത് വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും. ഏകാഗ്രതയോടെ പഠിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക വിദ്യ, നിയമം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ തിളങ്ങാൻ സാധിക്കും. നിങ്ങളുടെ സംസാരം ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മിതഭാഷിയായിരിക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അമിതമായി ധൃതി കാണിക്കരുത്. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനോ ഗണപതിക്കോ വഴിപാടുകൾ നടത്തുന്നത് ഉചിതമാണ്. രാഹുദോഷം മാറാൻ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ നൂറുംപാലം സമർപ്പിക്കുകയോ ചെയ്യാം. പക്ഷികൾക്ക് തീറ്റ നൽകുന്നതും വെള്ളം വെക്കുന്നതും ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത പ്രതീക്ഷിക്കാതെ ഏറ്റവും മികച്ച പ്രായോഗികമായ തീരുമാനമെടുക്കാൻ പരിശീലിക്കുക. ഇഷ്ടപ്പെട്ട 1-2 ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധ്യാനം, പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നത് മനസ്സിന്റെ അലച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. നക്ഷത്രാധിപനായ വായുദേവനെയും രാഹുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ ദുർഗാദേവിയെയും തുലാം രാശിയുടെ അധിപനായ ശുക്രനെയും ആരാധിക്കുന്നത് ഉത്തമമാണ്. ജ്ഞാനത്തിനായി സരസ്വതി ദേവിയെ ഭജിക്കുന്നതും നല്ല ഫലങ്ങൾ നൽകും. 2026 മാർച്ച് മാസം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടമാണ്. ജീവിതത്തിൽ ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെങ്കിലും അവ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. സാമ്പത്തികമായി ഭദ്രത ഉറപ്പാക്കാൻ കഴിയുന്നതിനൊപ്പം സാമൂഹികമായി നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. സ്ത്രീകളായ ചോതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓഫീസും വീടും ഒരുപോലെ കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. പ്രായമായവർക്ക് അവരുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും. ചുരുക്കത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ ചോതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം അവിസ്മരണീയമായ വിജയങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല.